ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ആർട്ട് വർക്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതുപോലത്തെ ഒരു ടേബിൾ ലാമ്പ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കണ്ടാൽ മാത്രം പോരാ, ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതേമാതിരി ഒരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ക്ലോത്ത് നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ് ഷീറ്റോ എടുക്കാം, അല്ലെങ്കിൽ കളർ ഷീറ്റോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലീഫൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഡ്രസ്സിൽ നിന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കത്രിയും പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ടിഷ്യൂ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബലൂണ് വേണം. അപ്പം ഞാൻ ആ ബലൂൺ ഊതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബോക്സിൽ കുറച്ച് ഫെവിക്കോൾ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബലൂണിലേക്ക് ടിഷ്യൂ പേപ്പർ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫെവിക്കോൾ എടുത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തെറ്റിയൊക്കെ പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമയോടെ ചെയ്യണം. ബലൂൺ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ ഫെവിക്കോൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ മാക്സിമം ടൈറ്റായിട്ട് വീർപ്പിക്കാൻ നോക്കുക. ഏകദേശം ടൈറ്റ് എന്ന് വെച്ചാൽ അത് പൊട്ടാനും പാടില്ല, എന്നാൽ അത് ലൂസായിട്ട് ഇരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ടൈറ്റായിട്ട് വീർപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇത് പാളാനുള്ള ചാൻസ് ഉണ്ടാവും. കാരണം ഞാനിത് സെക്കൻഡ് അറ്റംപ്റ്റാണ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തു തരും. എൻ്റെ കുറച്ച് ക്ഷമയില്ലായ്മയും തെറ്റുകളൊക്കെ കാരണം എല്ലാം പാളിപ്പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാനിവിടെ കൊടുക്കട്ടെ, നിങ്ങളത് കണ്ടിട്ട് വാ. അപ്പോഴേക്കും ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് വരാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, അതേമാതിരി പാളിപ്പോകാണ്ടിരിക്കാൻ നമ്മൾ ക്ഷമയോടെ ചെയ്യണം കേട്ടോ. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ലെയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ വരെ ഞാനിത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം അധികം നേരം ഡ്രൈ ആവാൻ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഡിസൈൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലോത്തിലെ ഡിസൈനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കളർ ഷീറ്റിൽ നിന്ന് ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലീഫ് അതൊക്കെ ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ക്ലോത്തിൽ നിന്ന് ഈ ഡിസൈൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ബലൂണിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ വീണ്ടും പറയാം, നല്ലോണം ഡ്രൈ ആയിട്ട് വേണം ബലൂണിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയ മാതിരി ആയിപ്പോവും ഗൈസ്. എന്തായാലും നമ്മൾ തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഫെവിക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ആ ഡിസൈന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് മൊത്തത്തിൽ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇതും കൂടി ഒന്ന് ഏകദേശം ഒരു മണിക്കൂർ ആ ഒരു റേഞ്ചിൽ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കണം. ഭയങ്കര സിമ്പിളല്ലേ ഗൈസ്, ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുക, ഏതെങ്കിലും ഡിസൈൻ കട്ട് ചെയ്യുക, വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുക. എന്തൊരു സുഖസുന്ദരമായിട്ട് വെക്കണല്ലേ. പക്ഷേ പറയുന്ന മാതിരി ഒന്നല്ല, ഭയങ്കര കഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ 2 ലെയർ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കണം, പിന്നെ വീണ്ടും ഡ്രൈ ആവാൻ വെക്കണം, പിന്നെ ഇതേമാതിരിയുള്ള ഡിസൈൻ എന്തെങ്കിലും ഉണ്ട് അത് ഒട്ടിച്ചു കൊടുക്കണം, അതും ഡ്രൈ ആവാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇതേമാതിരി വീണ്ടും ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഇതും ഞാൻ സെയിം നെക്സ്റ്റ് ഡേ, അതായത് രാത്രിയിൽ നിന്ന് രാവിലെ വരെ ആ ഒരു റേഞ്ചിലാണ് ഞാനിത് മൊത്തത്തിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചത്. അപ്പോൾ അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ആ മെയിൻ കലാപരിപാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ബലൂൺ ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് പഠിച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. എന്താവോ ഏതാവോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ വന്നു കേട്ടോ. ആദ്യമൊക്കെ ചെറിയൊരു ചുളിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബലൂണ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ആക്കി കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അറ്റം ഒന്നിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും അതൊന്ന് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തരം ഇത് കൃത്യമായിട്ട് നിൽക്കാൻ തുടങ്ങി. പിന്നെ ഞാനിവിടെ രണ്ട് സൈഡിലും ഒരു ചെറിയ ഹോള് കൊടുക്കുന്നുണ്ട്. ഹോള് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് ത്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇതിൻ്റെ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലൈറ്റ് വെച്ചാൽ സെറ്റാവും. എൻ്റെ അടുത്ത് ചെറിയ ലൈറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതേമാതിരിയുള്ള വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ ആ ലൈറ്റ് ഇട്ടു കേട്ടോ. അങ്ങനെ ക്ഷമയോടെ ചെയ്തിട്ട് എല്ലാം സക്സസ് ആയി വന്നു. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.